I. M. Vijayan, a former professional Indian football player and film actor who was born in 1969 in Thrissur. He started his career by playing for the Kerala Police Club and rose to become one of the top names in domestic football. He scored one of the fastest ever international goals in 12 seconds against Bhutan in 1999 SAF Games. He had scored 40 international goals from 79 matches for India. After his retirement from international football, he started a football academy in Thrissur. He was awarded with Arjuna Award in 2003. He also acted in films including Shantam, Agashathile Paravagal, Komban, Thimira, etc. സാറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുമെന്ന്. കോളേജ് ടീമിനാണോ കളിച്ചത് അതോ സ്കൂൾ ടീമിനാണോ കളിച്ചത്? സ്പോർട്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ വലിയൊരു സ്പോർട്സ്മാൻ. ബാസ്കറ്റ് ബോള്, ബാഡ്മിൻ്റന്, ടെന്നീസ് വലുതായിട്ട് അവിടെ 3 ഓട്ടം വെച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്പോർട്സിൻ്റെ ആയാലും ആരായാലും കായികത്തോട്ടും മയക്കുമരുന്നിൻ്റെയും മറ്റേ ഈ മദ്യത്തിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോവുകയാണ്. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? പഴയ സമയത്ത് എന്ന് പറഞ്ഞാൽ സ്പോർട്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന സമയമാണ്. അപ്പം ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം വന്നു. ഞങ്ങളുടെ കാലത്ത് എൻ്റെ എനിക്ക് ശരിക്കും ഞാൻ പഠിച്ചിട്ടില്ല, എൻ്റെ അഭിപ്രായം പറയാത്തേക്കാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ഇന്ന് കുട്ടികൾ സമൂഹത്തെ കീഴടക്കുക. പണ്ട് കുട്ടികൾ സമൂഹത്തിൻ്റെ അംഗങ്ങളായി കീഴടക്കുന്നത്. ഇന്ന് അവർ കീഴടക്കുക. അവരാ പറയുന്നത് അപ്പനെങ്ങനെ ജീവിക്കണം, അമ്മയെങ്ങനെ ജീവിക്കണം, എൻ്റെ അല്ലാതെ സമൂഹം നിശ്ചയിക്കുകയല്ല നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും. ഇന്ന് മകൻ്റെ ജോലി എന്താണ് എന്ന് അപ്പനല്ല നിശ്ചയിക്കും. അത് കോളേജിൽ ഇപ്പോൾ കുട്ടികളാണ് പറയുന്നത് ഞങ്ങൾക്ക് നൗതി വേണം, ഞങ്ങൾക്ക് എന്ത് വേണം. അങ്ങനെ വന്നപ്പോൾ ഈ കളികളിലൊക്കെ മാനദണ്ഡങ്ങൾ അവരാണ് നിശ്ചയിക്കും. അപ്പം അത് ഈ വേറെ ഉള്ള ആളുകളുടെ പഠനമല്ല അവരും വിചാരിക്കുന്നത്. അപ്പം ഈ മയക്കുമരുന്നൊക്കെ വരുമ്പോൾ അതൊരു കുറച്ച് നേരത്തേക്ക് നമ്മളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും. എല്ലാവർക്കും പുതുമ ഇഷ്ടമാണ്. ഗെയിംസ് ഇതൊക്കെ ആർട്ടാണ്, വലിയ കലയാണ്. ഈ കലയെല്ലാം മറ്റു മനുഷ്യരുടെ സന്തോഷത്തിന് വേണ്ടി, സ്വന്തം സന്തോഷം. നമുക്ക് സന്തോഷമുണ്ട്, എന്നാൽ ഇത് ഇപ്പോൾ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്നു, കാണാൻ എത്ര ആളുകളാണ്. അവർക്കത് കാണുമ്പോ പറഞ്ഞതുപോലെ ഈ പന്തും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ തോന്നുന്നു അങ്ങോട്ട് പോകുന്ന ഒരു ഇമ്പൾഷൻ കൊടുത്തേച്ച് ഇങ്ങോട്ട് പോക്കത്. ഇങ്ങോട്ട് വെട്ടിക്കുമെന്ന് മാത്രമല്ല, അതായത് ഈ വലിയ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജിയൊക്കെ അത് ഫൈറ്റാണല്ലോ. യു ആർ ഫൈറ്റിങ്. എന്നിട്ട് അവൻ്റെ കീഴിൽ കൂടെ തന്നെ അപ്പുറത്ത് ചാടി. അവനറിയാൻ പാടില്ലാത്ത ഇവൻ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട്
അവനാകെ മനസ്സിലാക്കാത്ത സ്ട്രാറ്റജി ഉപയോഗിച്ച് അവനെ ഇത് മനുഷ്യൻ്റെ വിജയത്തിനും സന്തോഷത്തിനുമായിട്ട് ഉപയോഗിക്കും. ഈ സ്വന്തം പേര് സമ്പാദിക്കാൻ മാത്രമല്ല, അവനെ മനസ്സിലാക്കുകയാണ്, നീ എൻ്റെ ലാക്ക് സാധിക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. അതായത് അവൻ്റെ അങ്ങോട്ട് നോക്കിക്കൊണ്ടുവരും. അപ്പോൾ വിചാരിക്കും അങ്ങോട്ടാവാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഞാൻ എൻ്റെ യഥാർത്ഥ നോട്ടം ഇങ്ങേ വശത്തേക്കായി. അതെ, അങ്ങനെയൊക്കെ. അതെ, മറ്റവൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവ് എടുക്കണം. ഇതാണ് സമൂഹത്തിൻ്റെ ആവശ്യം. ഈ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് സമൂഹം ഉണ്ടാകുന്നത്. നമ്മൾ അംഗീകരിക്കണം. അവനിപ്പോൾ എന്നെ തടയണം, അത് തടയും. അങ്ങനെ തടഞ്ഞ് എൻ്റെ പുരോഗതിയെ പോകാതിരിക്കാനായിട്ട് നമ്മളുണ്ടാകും. ഇതിപ്പോൾ മയക്കുമരുന്ന് കണ്ടപ്പോൾ അവൻ്റെ താല്പര്യം അത് കഴിക്കണം. താൽക്കാലിക സന്തോഷം അത് അവന് ലഭിക്കാൻ വേണ്ടി അവൻ അപ്പനെയും അമ്മയും ഭാര്യയും എല്ലാം ഉപേക്ഷിക്കും. അവൻ്റെ ഇപ്പോഴത്തെ ചുമതലകളെന്നുള്ളത് ഇതാണ്. ഈ സ്വഭാവമാണ് ആക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി എൻ്റെതായ സന്തോഷം രൂപാന്തരപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി സമൂഹത്തെ മുഴുവൻ ചെയ്യുക. എൻ്റെ കുടുംബത്തെയും എൻ്റെ സാഹചര്യത്തെയും അത് മാറ്റും. എൻ്റെ കാലത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അത്ര പൈസ ഉള്ള വീട്ടിലൊന്നുമല്ല. സാധാരണ അച്ഛനും അമ്മയും കൂലിപ്പണിക്കൊക്കെ പോകണാണ്. അവിടുന്ന് അപ്പോൾ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൂട്ട് മേടിക്കാൻ വരെ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നന്നായി കളിച്ചു ഇവിടെ വരെ എത്തി. ഇന്ത്യയിലെ ഒരു നല്ല പ്ലെയർ ആവാൻ പറ്റി. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെയും എത്തുന്നില്ല അവർ. ഇപ്പോഴത്തെ ജനറേഷനല്ലേ, ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് പണ്ടത്തെമാരെയല്ല, ഇപ്പോൾ ഭയങ്കര സൗകര്യമാണ്. പക്ഷെ ഇവരൊന്നും എവിടെ എത്തുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് നിർത്തി പോവാണ്. അതാ പറഞ്ഞ നമ്മൾ ഈ കളിയിലെ സന്തോഷവും ഈ കളിയുടെ ഇതുമാണ് സന്തോഷമായിട്ട് വിചാരിച്ചു. ഇന്ന് അവർ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം യഥാർത്ഥ സന്തോഷമാണ്. പക്ഷെ അതൊരു നല്ല കാര്യമാണോ? പിന്നെ അതൊരു നേർവഴിക്ക് പോകുന്ന ഒരു സംഭവം അല്ലല്ലോ. ഇതേ എനിക്കൊരു കാര്യം, ഇപ്പോൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നു, അത് കാണാൻ ഒത്തിരി ആൾ വരുന്നത് നമുക്ക് സന്തോഷം, മനസ്സിലായി. എന്നാൽ മയക്കുമരുന്ന് ഞാൻ കഴിക്കുമ്പോൾ ആട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് കഴിഞ്ഞേച്ച് വന്നതൊക്കെ അല്ല, മനസ്സിലായി, ഞാൻ കഴിക്കും. അപ്പോൾ അത് എൻ്റെ കാര്യം സമൂഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നതാണ് മയക്കുമരുന്ന്. എന്നാൽ ബാസ്കറ്റ് ബോൾ സമൂഹത്തിലത്തെ നമ്മുടെ ചുറ്റുമായി സൃഷ്ടിക്കുന്നതാണ്. സമൂഹം അവിടെ വരും. അങ്ങനെ നമ്മളുടെ സമൂഹത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വിട്ടുകളഞ്ഞു. അതാണ് ഇന്നിപ്പോൾ ഓരോരുത്തരൊന്ന് വീട് മുഴുവൻ മതിൽ കെട്ടി അവൻ്റെ പാട്ടതന്ത്രവും
ഈ സിനിമ അത് വെച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ മുറി അവൻ്റെ ലോകമാക്കി മാറ്റുക. അവൻ്റെ വീട് എല്ലാവരുടെയും വീടാക്കാൻ ശ്രമിക്കണം. ആളുകൾ വരുന്ന ഇപ്പം അങ്ങനെ ആളുകൾ വരണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേറൊരു കാര്യം, അവൻ രാജാവായ ഒരു കഥ മറ്റ് രാജാക്കന്മാരോട് കൂടെ ആകുകയല്ല, മറ്റുള്ളവർ രാജാക്കന്മാരാക്കുക. നമുക്ക് ശത്രുക്കളാണ് ഇവിടുന്ന്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് പുതിയ അർത്ഥമാണ്. ഇവൻ ശത്രുവല്ല. ഈ വരുന്ന അവൻ നമ്മുടെ പേരാണ് വയ്ക്കുന്നത്. അവൻ തറക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് കടക്കുമ്പോൾ നമുക്ക് അഭിമാനം കിട്ടും. അതുകൊണ്ട് ശത്രുവിനെ എൻ്റെ ബന്ധുവായി കാണുന്നതാണ് ഈ കളികൾ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളിങ്ങനെ ഫുട്ബോൾ കളിച്ച് അങ്ങോട്ട് തന്നെ ആ ഗോളിൻ്റെ അടുക്കാറാകുമ്പോൾ അതിന് കൊടുക്കും, നീ അടിച്ചു. ഇനി ഗോൾ അടിക്കണമെന്നുള്ളതാണ് പ്രധാന സംഗതി, അവരെ തോൽപ്പിക്കുക. അപ്പോൾ അത് ഞാൻ അടിക്കണമെന്നാണ് നിർബന്ധമാണ്. ഇതുവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ ഇവിടെ ഇപ്പം നേരെ മുമ്പ് നിൽക്കുന്നുണ്ട്, നീ അടിച്ചോ. അപ്പോൾ എൻ്റെ ടീം അതാണ് എനിക്ക് എൻ്റെ മാഹാത്മ്യം. അങ്ങനെ എൻ്റെ സമൂഹത്തെ എന്നെപ്പോലെ വിലപ്പെട്ടതായി കാണാൻ പഠിക്കുന്ന അത് വളരെ ആവശ്യമാണ്. ഇന്ന് കളിയിൽ ആളുകൾക്ക് ഇന്ന് താല്പര്യം കൂടി വരുന്നു, കുറഞ്ഞു വരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് കളി കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. മീഡിയകളൊക്കെ ഭയങ്കര ആയില്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും മീഡിയകൾ ഉണ്ടായിരുന്നില്ല. കളി ലൈവ് കാണാനുള്ള സിറ്റുവേഷനും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മീഡിയ കൂടിയ കാരണം ആൾക്കാർക്ക് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്പോർട്സിനെ. പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ രാജ്യത്ത് ഈ സ്പോർട്സ് ഒന്നും വളരുന്നില്ല. ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, മറ്റേ മീഡിയ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേമാതിരി നമ്മുടെ അവിടുന്ന് അതിന് പറ്റിയ സ്പോർട്സുകാരും ഏത് ഇവൻ്റ് ആയാലും, ഫുട്ബോൾ ആയാലും ബാസ്കറ്റ് ബോൾ ആയാലും അത്ലറ്റ് ആയാലും അങ്ങനൊരു വേൾഡ് ലെവലിൽ ഒന്നും വരുന്നില്ല. ഈ സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയും, ഈ മന്ത്രിമാരെല്ലാം സ്പോർട്സ്മാൻ ആയിരിക്കും. ഒന്ന് തോക്കാൻ പഠിക്കണം, രണ്ട് ശത്രുവിനെ പകയ്ക്കുകയല്ല, അവനെ തോൽപ്പിക്കണം. തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ട്രാറ്റജിയെ തകർക്കുന്ന സ്ട്രാറ്റജി നമ്മളിലുണ്ടായിരിക്കും. തിരുമേനി പറഞ്ഞ പോലെ രാഷ്ട്രീയം ഒരു സ്പോർട്സാണ്. അപ്പോൾ സ്പോർട്സിന് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് മറ്റുള്ളിടത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ബംഗാളിലൊക്കെ എനിക്കറിയാം, ബംഗാളിലൊക്കെ ഉണ്ട്. ബൈജുംബുട്ടി ഇലക്ഷൻ നിന്നിട്ടും ദിബന്ത് വിശ്വാസ് MLA ഇതൊക്കെ ഉണ്ട്. ഫുട്ബോൾ പ്ലെയറാണ് അവർ, ഫുട്ബോൾ പ്ലെയേഴ്സാണ്. നമ്മുടെ അവിടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഒരു സ്പോർട്സുകാർ രാഷ്ട്രീയത്തിൽ വന്നാൽ നല്ലൊരു കാര്യമായിരിക്കുമോ തിരുമേനി? എങ്ങനെയായിരിക്കും അത്? ഈ പാർട്ടി എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഈ ടീം. അതായത് ഇവിടെയുള്ള എല്ലാവരും കൂടെ ജയിക്കുന്നു, ഒരാളിന് തന്നെ ജയിക്കാനും ടീം ഗെയിം അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ അവനെ വലുതാക്കിയെങ്കിൽ ഞാൻ വലുതാവും. അവൻ വലുതാവുമ്പോൾ എൻ്റെ ടീമായതുകൊണ്ട് ഞാനും വലുതാവും. അത് എൻ്റെ അയൽക്കാരൻ്റെ വളർച്ച എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പന്നി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അവൻ ഉയരണം, ഞങ്ങൾ ഉയരണം. അവൻ ഞാനല്ല ഉയരണം, ഞങ്ങൾ.
നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. ഓരോരുത്തരും സ്ഥാനത്ത് കയറിയാൽ മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. അതിപ്പം നിങ്ങളിൽ തന്നെ ഒരാൾ മറ്റവനേക്കാൾ ഉന്നതനാകുകയാണ് പിണക്കാം. മുമ്പ് നാട്ടുമ്പുറത്തൊക്കെ കളികളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല, അത് മാറും. ഈ ജോലി ഒരു ഫോം ഓഫ് എക്സസൈസാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സന്തോഷം. ഇത് ഇത്ര എടുത്ത് തീർക്കണം. മറ്റേ നമുക്ക് സന്തോഷമുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കൊണ്ട് ആ ഗോളിൽ അടിക്കുന്നു ഒരു ലാക്ക്. ഇത് ഞാനിവിടുന്ന് ചുമടെടുക്കും. ഞാൻ 5 മണി വരെ ആഫീസിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് അല്ല, അതിൻ്റെ മാനേജറിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ സാധിച്ചു കൊടുക്കാം. അതുമായിട്ട് ഞങ്ങളുടെ താല്പര്യം അത് സ്പോർട്സിലാണ്. അങ്ങനെ നമ്മൾ സമൂഹ ചിന്ത ഉള്ളവരായി വരും. ഈ സ്പോർട്സ് സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും വളർത്തുന്നതിനും യഥാസ്ഥാനപ്പെടുത്തുന്നതിനും വളരെ സഹായിക്കും. അതുകൊണ്ട് സ്പോർട്സിൻ്റെ കാൻഡിഡേറ്റിനെ, സ്പോർട്സിൽ വരുന്ന ആളുകളെ സമൂഹത്തിൻ്റെ സേവനത്തിന് ഇറക്കി വിടാൻ കൂടെ ശ്രമിക്കണം. നമ്മളുടെ പഞ്ചായത്തിലും ഒക്കെ അങ്ങനെയുള്ളവർ വരണം. അവർക്ക് മറ്റുള്ളവന് വേണ്ടി അവരുടെ കഴിവുകൾ കൊടുക്കുന്നതിന് സാധിക്കും. അങ്ങനെ നോക്കി ഇപ്പം നമുക്ക് പേരുള്ള സ്പോർട്സ്മെൻ ആരും ക്യാബിനറ്റ് അത് മാറണം. പഞ്ചായത്തിലും അവിടെയൊക്കെ സമൂഹം അംഗീകരിക്കുന്ന ആളുകളെ നമുക്ക് കിട്ടും. നമ്മളെ ഇവിടെ ഇപ്പോൾ സ്പോർട്സിൽ ഇങ്ങനെയുള്ള കളി ആളുകളുടെ താല്പര്യം കൂടി വരുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഈ സ്പോർട്സ് രാഷ്ട്രത്തിനൊരു നേതൃത്വം നൽകുന്ന ഒരു രംഗമായി. ജയിക്കാനും തോക്കാനും ഒക്കെ പഠിക്കുന്നത് അത് പഠിക്കണം. നമുക്ക് ഇവിടെ ഇപ്പോൾ തോക്കാൻ വരുമ്പോൾ കള്ളം പറയുകയും വേണ്ട അതിനെ കാണിക്കുകയൊക്കെ ചെയ്യും. അത് മാറി അങ്ങനെ കാണിച്ച് ഒരു നല്ല സമൂഹം. ഈ ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് വൺ ഇൻ സ്പോർട്സ് ഫീൽഡ് ഓഫ് ഈസ്റ്റേൺ കോളേജ്. അവിടെ എല്ലാവരും കൂടെ സംഘടിച്ച് ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് പഠിച്ചു സ്പോർട്സ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിപ്പം നമ്മളെന്നിവിടെ നോക്കുകയാണെങ്കിൽ പാർട്ടികളൊക്കെ തമ്മിൽ തന്നെ വഴക്കിട്ടുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ അവർ മറ്റവരെ തോൽപ്പിക്കും. അത് മാറിയിട്ട് ചില മുൻപിൽ നല്ല ചില ഉദ്ദേശങ്ങൾ വെച്ച് ആ ഉദ്ദേശം സാധിക്കാൻ എല്ലാ കഴിവുകളെയും ഉപയോഗിക്കുകയും അത് സാധിക്കുന്നതിന് ഉള്ള സ്ട്രാറ്റജി എല്ലാം സ്വീകരിക്കുകയും. അങ്ങനെ ഈ ഭരണം ഒരു കളിയാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല സ്പോർട്സ് മെനെ കൊണ്ട് നിറഞ്ഞ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നത്. അതായത് ഈ മന്ത്രി നല്ല സ്പോർട്സ് മാൻ ആത്മാവുള്ളവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അഭിവൃദ്ധി. അങ്ങനെയുള്ള ഒരു സ്പോർട്സ്മെൻ്റെ ലീഡർഷിപ്പ് സ്വീകരിക്കുന്ന പാർട്ടികൾ ഇതിപ്പോൾ എല്ലാവരും അവരവരുടെ ഇൻട്രസ്റ്റാണ് നോക്കുന്നത്. സ്പോർട്സിൽ അങ്ങനെ ടീമിൻ്റെ അങ്ങനെ ചെയ്യുന്നതിന്
ദൈവം സഹായിച്ച് നല്ല കേരളം ഇന്ത്യക്കൊരു മാതൃകയായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയ ലോകം മൊത്തം അറിയുന്ന തിരുമേനിൻ്റെ കൂടെ ഇരിക്കാനും 2 വാക്ക് സംസാരിക്കാനും ഇത്രയും വിവരമുള്ള ആളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് നേരം സംസാരിക്കണമെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. നല്ല കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നല്ല രസമായിട്ടാണ്, നല്ല തമാശ രൂപത്തിലാണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതെല്ലാവർക്കും അങ്ങനെ പറ്റില്ല. അതന്നെ വലിയൊരു സംഭവമാണ്. അതാണ് തിരുമേനിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. വലിയ തിരുമേനിക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ താങ്ക് യു വെരി മച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും വലിയൊരു തെറ്റാണല്ലോ ചെയ്തത്. ദൈവം നമുക്ക് തന്ന വലിയ ദാനമാണ് ലോകം, കല, വിദ്യാഭ്യാസം, സ്നേഹം.